സംസ്ഥാനം ഗുരുതര കടബാധ്യതയിലെന്ന് ധവളപത്രം. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. നഷ്ടത്തിൽ മുന്നിൽ KSRTCയും ജല അതോറിറ്റിയും. കിഫ്ബി സമാന്തര ഭരണ സംവിധാനമെന്നും വിമർശനം. ധവളപത്രത്തിൽ വിയോജനക്കുറിപ്പുമായി പ്രതിപക്ഷം. ആരോപണം തള്ളി മുഖ്യമന്ത്രി. ധവളപത്രം രാഷ്ട്രീയ രേഖ മാത്രമെന്ന് പ്രതിപക്ഷം. സാമ്പത്തിക ആരോഗ്യം വ്യക്തമാക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് മുഖ്യമന്ത്രി. ഖജനാവിലെ രഹസ്യങ്ങൾ പുറത്തുവിടാൻ പാടില്ലായിരുന്നുവെന്ന് KN ബാലഗോപാൽ. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് തീരുമാനം. മകൾക്ക് ആശ്രിത നിയമനം നൽകും. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാരിന് നന്ദിയെന്ന് കുടുംബം. മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് ക്രൈംബ്രാഞ്ച്. നിർമ്മാതാക്കൾക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ. ലാഭവിഹിതമോ മുതൽ മുടക്കോ നൽകാതെ പറ്റിച്ചു. പ്രതികൾ 7 കോടി കൈപ്പറ്റിയെന്നും കുറ്റപത്രം. ഒടുവിൽ കേരളത്തിൽ കാലവർഷമെത്തി. പലയിടങ്ങളിലും കനത്ത മഴ. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. പൊന്നാനിയിൽ ദേശീയപാതയിൽ കാർ വെള്ളക്കെട്ടിൽ വീണ അപകടം. വീണ്ടും ജീവനെടുത്ത് കാട്ടാന. നെയ്യാറ്റിൻകര വെള്ളറടയ്ക്ക് സമീപം ഒരാളെ കാട്ടാന കുത്തിക്കൊന്നു. മരിച്ചത് കാഞ്ഞിരമ്പാറ സ്വദേശി രാജേഷ്. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകളെ തുരത്താൻ ശ്രമം തുടരുന്നു. മാലിന്യ കൂമ്പാരമായി ആലപ്പുഴ ബീച്ച്. വണ്ടർ ഫാൾസ് പ്രദർശനത്തിന് ശേഷവും പ്രദേശം വൃത്തിയാക്കിയില്ല. സമീപത്തെ കനാലിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വിഷയത്തിൽ ഇടപെട്ട് G സുധാകരൻ MLA. സംസ്ഥാനത്ത് ആദ്യമായി ഇസ്ലാം ഫ്രണ്ട്ലി ജിം. പാലക്കാട് തുടങ്ങുമെന്ന് പ്രഖ്യാപനം. ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് മാത്രം ജിമ്മിൽ പ്രവേശനം. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുമിച്ച് കടത്തിവിടില്ല. സംഗീതത്തിനും വിലക്ക്. ശരീരം പൂർണ്ണമായും മറയ്ക്കണമെന്നും നിർദ്ദേശം.